അങ്ങനെ വീണ്ടും ഒരു ഫ്രൈഡേ ഈവനിങ്. ഈ ഒരു വീക്കെൻഡിലേക്ക് ഒരുപാട് പരിപാടികൾ പ്ലാനിലുണ്ട്. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴേ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഒന്ന് ഡ്രസ്സ് മാറി നമ്മുടെ ലഗേജ് പാക്ക് ചെയ്യാനുള്ള ടൈം മാത്രമേ ഉള്ളൂ. ഒരു അരമണിക്കൂറിനുള്ളിൽ റെഡി ആവലും ലഗേജ് പാക്കിങ്ങും എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ടില്ലെങ്കിൽ ട്രെയിൻ മിസ്സാവും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ അധികം തിരിഞ്ഞു കളിക്കാതെ കൈ കിട്ടിയതെല്ലാം വാരി പെട്ടിയിലാക്കി ഒരു ടാക്സിയും പിടിച്ച് ഞാൻ വേഗം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. എല്ലാം നല്ല ടൈമിംഗ് ആയിരുന്നു. റെയിൽവേ സ്റ്റേഷനിലെത്തി ഒരു 10 മിനിറ്റ് ആയപ്പോഴേക്ക് ട്രെയിൻ വന്നു. എവിടെയെങ്കിലും ഞാനൊന്ന് ലേറ്റ് ആയിരുന്നെങ്കിൽ പണി പാളിയേനെ. ട്രെയിനിൽ ഒരു 1.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് ഷ്രൂസ്ബറിയിലേക്കാണ്. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിരുന്ന പോലെ UK വന്ന ആദ്യത്തെ 3 വർഷം ഞാൻ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഷ്രൂസ്ബറി. എല്ലാ തവണത്തെയും പോലെ ട്രെയിൻ സ്റ്റേഷനിൽ വന്ന് റെമിൻ ചേട്ടൻ എന്നെ പിക്ക് ചെയ്തു. പിന്നെ വീട്ടിൽ വന്നപ്പോൾ ബീച്ചേച്ചി ഫുഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനും ചേട്ടനും ബീച്ചേച്ചിയും അലീനയും സേതും എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങളെല്ലാവരും മുമ്പ് ഒരേ ഹോസ്പിറ്റലിൽ ഒരേ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ എപ്പോൾ കണ്ടാലും ഒരുപാട് കഥകൾ ഉണ്ടായിരിക്കും പറയാൻ. കഥകളുടെ കൂടെ സേതുവിന്റെ കുറെ മണ്ടത്തരങ്ങളും. ഒന്നുമില്ല, കുട്ടിക്ക് ഒന്നുമില്ല, ആടിക്കോളൂ, നേരം വെളുക്കണ വരെ ആടിക്കോളൂ.